പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവവചന ഭാഗം മത്തായി സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളും 13, 14 തിരുവചനങ്ങളും. മത്തായി സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 11 വരെ, 13 മുതൽ 14 വരെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ജീവിത നവീകരണത്തിനായി ഞങ്ങൾക്ക് അവിടുന്ന് നൽകുന്ന വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ വചനത്തിലൂടെ കർത്താവെ, ഞങ്ങൾക്ക് വെളിച്ചം തരണമേ. അവിടുത്തെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്കത് അറിവ് പകരുന്നു. സങ്കീർത്തനം 119, 130. കർത്താവെ, ഈ വചനം ഞങ്ങൾ ഗ്രഹിക്കുമ്പോൾ പ്രകാശം ഞങ്ങളുടെ മേൽ പതിക്കട്ടെ. ഞങ്ങളുടെ ജീവിതം നവീകരിക്കപ്പെട്ട് വീണ്ടും വീണ്ടും അവിടുത്തോട് ചേർന്ന് നിത്യജീവിതത്തിനായിട്ട് ഞങ്ങളെ ഒരുക്കുവാൻ, ഞങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി ഞങ്ങൾ രൂപാന്തരപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മൾ ഒരുപാട് തവണ ശ്രവിച്ച ദൈവവചന ഭാഗമാണ് മത്തായി സുവിശേഷം 7 മുതലുള്ള വചനങ്ങളാണ്. എൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ആസ്ക്, സെർച്ച്, നോക്ക്. ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക. നമുക്കതിൻ്റെ ഉത്തരം അറിയാം. ചോദിക്കുമ്പോൾ ലഭിക്കും, അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും, മുട്ടുമ്പോൾ തുറന്നു കിട്ടും. ആസ്ക്, ഇറ്റ് വിൽ ബി ഗിവൺ ടു യു. സെർച്ച് ആൻഡ് യു വിൽ ഫൈൻഡ് ഇറ്റ്. നോക്ക്, ദ ഡോർ വിൽ ബി ഓപ്പൺ ഫോർ യു. എന്തുകൊണ്ടെന്നാൽ ചോദിക്കുന്ന ഏവനും, എവ്രി വൺ ഹു ആസ്ക് റിസീവ്സ്, ലഭിക്കുന്നു. എവ്രി വൺ ഹു സെർച്ചസ് ഫൈൻഡ്സ്, അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നു. എവ്രി വൺ ഹു നോക്സ്, ദ ഡോർ വിൽ ബി ഓപ്പൺഡ്, മുട്ടുന്നവന് വാതിൽ തുറന്നു കിട്ടുന്നു. നമ്മളെ വചനം ഒത്തിരി ശ്രവിച്ചിട്ടുണ്ട്. അതിന് തൊട്ടു താഴെ 9-ാമത്തെ തിരുവചനം, അത് വളരെ ശ്രദ്ധയോടെ നമുക്ക് ശ്രവിക്കാം. നിങ്ങളിൽ ആരാണ് ഒരു കുഞ്ഞ് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുക? ഈസ് ദർ എനിവൺ എമംഗ് യു who, if your child asks for bread, will give a stone? നമ്മൾ ഈ വചനം എടുക്കുമ്പോൾ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ള വചനങ്ങളിൽ 1 മുതൽ 8 വരെ 11 വരെയുള്ള വചനങ്ങളിൽ ഈശോയുടെ പ്രലോഭനത്തിൻ്റെ ഭാഗമാണ്. 3 പ്രലോഭനങ്ങൾ നമുക്കറിയാം. ആ ഭാഗമാണ് അവിടെ വർണ്ണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 1-ാമത്തെ പ്രലോഭനം, 4-ാമത്തായി സുവിശേഷം 4-ാം അധ്യായം 3-ാമത്തെ വചനം. പ്രലോഭകൻ അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. അപ്പോൾ ഈശോയ്ക്ക് ഈ 40 ദിവസത്തെ 40 ദിനരാത്രങ്ങളാണ്. അപ്പോൾ അത് ഉപവസിച്ച് നല്ല വിശപ്പുണ്ട്. ആ വിശപ്പിൻ്റെ സമയം, അത് 40 ദിവസം പൂർത്തിയായി കഴിയുമ്പോഴാണ് ഈ പ്രലോഭകൻ വരുന്നത്, അല്ലെങ്കിൽ ഈശോയ്ക്ക് പ്രലോഭനം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഈ കല്ലുകൾ അപ്പമാകുന്നതിനെ പറ്റി നേരത്തെ ഒരു ദീർഘമായ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കേൾക്കാത്തവർ ആ വീഡിയോ കേൾക്കണം കേട്ടോ. അപ്പം ഇത് കുറച്ചുകൂടെ വ്യക്തമാകും. അപ്പം നമ്മൾ ഈ 1-ാമത്തെ പ്രലോഭനം, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് കമാൻഡ് ദീസ് സ്റ്റോൺസ് ടു ബിക്കം ലോവ്സ് ഓഫ് ബ്രെഡ്. നമ്മളിന്ന് കണ്ട തിരുവചന ഭാഗം മത്തായി സുവിശേഷം 7-ാം അധ്യായം 7 മുതലുള്ള വചനങ്ങളിൽ 9-ാമത്തെ വചനം എത്തിയപ്പം, കുഞ്ഞ് അപ്പം ചോദിച്ചാൽ നിങ്ങൾ കല്ല് കൊടുക്കുമോ?
അപ്പോൾ ഇവിടെ ആദ്യത്തെ പ്രലോഭനം, ഈശോയുടെ പ്രലോഭനം, കല്ലിനോട് അപ്പമാകാൻ പറയുക, അങ്ങനെ നിനക്ക് വിശപ്പ് മാറ്റാം. അതാ പ്രലോഭനം. ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് ഈശോയ്ക്കുണ്ടായ പ്രലോഭനവും ഈശോ ഈ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനത്തിൽ കുഞ്ഞ് ബ്രെഡ് ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? അപ്പം നമ്മൾ ആ പ്രലോഭനത്തിൻ്റെ അർത്ഥം ആ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി. കല്ലുകൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉള്ള നമ്മുടേതെന്ന് നമ്മൾ ഭാവിക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ കഴിവും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ആരോഗ്യവും സമയവും നമ്മുടെ സ്വാധീനങ്ങളും ജോലിയും, അതുപോലെ നമുക്ക് നമ്മുടേതായിട്ട് നമ്മൾ കരുതുന്ന അനേക കാര്യങ്ങൾ, ആ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ബോധ്യം ഒരുപാട് ജീവിതങ്ങൾക്ക് അങ്ങനെയാണ്. നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും എല്ലാം ദൈവം തരുന്നെന്നൊക്കെ പറയുകയും ചെയ്യുമെങ്കിലും സത്യത്തിൽ പലരുടെയും മനസ്സിൽ ഈ ദൈവമാണ് അതെല്ലാം തരുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതൊരു സൈഡായിട്ട് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. അവരുടെ ഉള്ളിലെ ചിന്ത എന്ന് പറയുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണ്, ഞാൻ അധ്വാനിച്ചിട്ടാണ്, കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് ജീവിക്കുന്നത്, ആ ചിന്തയാണ്. അപ്പോൾ സത്യത്തിൽ ഈ സമ്പത്ത് നേടാനും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ക്രമീകരിക്കാനും ദൈവമാണ് നമുക്ക് ആരോഗ്യവും ശക്തിയും സമയവും എല്ലാ കാര്യങ്ങളും ആയുസ് തന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം പ്രദാനം ചെയ്ത് ദൈവമാണ് അത് തരുന്നത്. അപ്പോൾ സമ്പത്ത് നേടാൻ, നമുക്ക് നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ശക്തി തരുന്നത് ദൈവമാണ്. അപ്പോൾ ആ ചിന്തയിലല്ല സത്യത്തിൽ നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും, നമ്മുടെ കഴിവ്. അപ്പം അങ്ങനെയുള്ള കല്ലുകൾ, അപ്പോൾ നമ്മുടെ കഴിവുകൾ നശ്വരമാണ്, നമുക്കറിയാം. നമ്മുടെ ബുദ്ധിയും നമ്മുടെ ആരോഗ്യമൊക്കെ നശിച്ചു പോകുന്ന. അപ്പോൾ ആ നശ്വരമായ സാധനങ്ങൾ അതുപയോഗിച്ചാണ് നമ്മൾ ഭക്ഷണം കണ്ടെത്തേണ്ടത്. അങ്ങനെയാണ് ഈ പിശാച് കൊടുക്കുന്ന പ്രലോഭനം. നീ ദൈവപുത്രനാണല്ലോ, നിനക്ക് ദൈവം ഒരുപാട് കഴിവൊക്കെ നൽകിയിട്ടില്ലേ, അപ്പോൾ അത് വെച്ചിട്ട് അപ്പം കഴിക്കുക. അപ്പോൾ ഈശോ പറഞ്ഞത് മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്ന, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്. നിയമാവർത്തന പുസ്തകത്തിലെ തിരുവചന ഭാഗമാണത്. ഞാൻ ആ വീഡിയോയിൽ അത് വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് വിശദീകരിക്കുന്നില്ല. അപ്പം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും, അതാണ് മരുഭൂമിയിൽ 40 വർഷം ഇസ്രായേൽക്കാർ അധ്വാനിക്കാതെ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കാനാൻ ദേശത്തെത്തുന്നവരെ 40 വർഷം സ്വർഗത്തിൽ നിന്ന് മന്ന ഇട്ട് കൊടുത്തു ഫ്രീ ആയിട്ട്. അവിടെ ഇസ്രായേൽക്കാരുടെ അധ്വാനമില്ല. അപ്പോൾ അധ്വാനിക്കാതെ തന്നെ ദൈവത്തിന് തരാം. അതിൻ്റെ അർത്ഥം നമ്മൾ അധ്വാനിക്കാതെ അലസരായിരുന്ന് ജീവിതം മാർഗം കണ്ടെത്തണം എന്നല്ല, പക്ഷേ ദൈവം ആണ് പൂർണ്ണമായിട്ട് തരുന്നത്. നമ്മുടെ കഴിവുകൾ നമ്മൾ നമ്മുടെ സ്വന്തമാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അതുകൊണ്ടല്ല നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ പരിപാലനയാണ് ഏറ്റവും വലുത്. അപ്പം ആ ബോധ്യം, അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 6:33 ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും നമ്മൾ അന്വേഷിക്കുമ്പോൾ, അതായത് ദൈവിക രാജ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുമ്പം ഈ ദൈവിക രാജ്യത്തിലേക്ക് കടന്നു വരും. ദൈവത്തിൻ്റെ നീതി, മനുഷ്യരുടെ നീതിയല്ല, ദൈവത്തിൻ്റെ നീതി, അത് മനസ്സിലാകണമെങ്കിൽ ഈ വിശ്വാസത്തിലേക്ക് ആഴപ്പെട്ട് വരുമ്പോഴാണ് ദൈവിക നീതി എന്തെന്നൊക്കെ ബോധ്യമാകുന്നത്. ക്ഷമിക്കാനും സഹിക്കാനും പിടിച്ചു നിൽക്കാനും എല്ലാം ഉള്ള കരുത്ത് അത് തരുന്നത് ദൈവിക നീതിയാണ്. റോമ 5 വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. റോമാലേഖനം 5-ാം അധ്യായം, അതിന് തുടക്കം. അപ്പോൾ നീതീകരണത്തിൻ്റെ ഫലങ്ങളൊക്കെ അവിടെ മനസ്സിലാവും. അപ്പോൾ അതാ ദൈവിക നീതി. ആ ദൈവിക നീതിയും ദൈവത്തിൻ്റെ രാജ്യവും, അതായത് ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർന്ന് ഉള്ള നിൽപ്പ്, അവനാകുന്ന മുന്തിരി വള്ളിയോട് ചേർന്ന് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന, അതാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം. അത് ചെയ്തു കഴിയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ
കർത്താവ് തരും. അതാണല്ലോ മത്തായി സുവിശേഷം 6:33 വചനത്തിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ അധ്വാനമല്ല, ദൈവത്തിൻ്റെ പരിപാലനയാണ് നമ്മെ നയിക്കുന്നത്. ഇനി ഈ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം പറഞ്ഞ വചനം, കുഞ്ഞ് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? അപ്പം ദൈവത്തോട് എന്നിട്ടാണ് ദൈവം പറയുന്നത്, ഈശോ പറയുന്നത്, അതുകൊണ്ട് തിന്മ നിരൂപിക്കുന്ന നിങ്ങൾക്ക് പോലും മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന പിതാവ് എത്ര അധികമായിട്ട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അപ്പം അതിൻ്റെ അർത്ഥം ദൈവം കല്ല് കൊടുക്കുകയല്ല, ദൈവം അപ്പം തന്നെ കൊടുക്കും. അതായത് നശ്വരമായ വസ്തുക്കൾ തന്ന്, നശ്വരമായ വസ്തുക്കൾ നമുക്കായിട്ട് നൽകി, നമുക്ക് കുറച്ച് കഴിവുകൾ, ബുദ്ധി, നല്ല ജോലി, നല്ല വാഹനം, നല്ല വീട്, മറ്റ് സൗകര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ചോദിക്കുമ്പോൾ നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഈ ലോകത്തിൽ തളച്ചിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് മുഴുവൻ കല്ലുകളാണ്. അപ്പം കുഞ്ഞ് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമെന്നാണ്. അപ്പം പിതാവിൻ്റെ സ്ഥാനത്ത് സ്വർഗപിതാവാണ്. അപ്പം മക്കളായ നമ്മളാണല്ലോ കുഞ്ഞുങ്ങൾ. മക്കളായ നമ്മൾ ദൈവത്തോട് അപ്പം ചോദിക്കുമ്പം കല്ല് കൊടുക്കുമോ എന്ന് വെച്ചാൽ, നശ്വരമായ വസ്തുക്കൾ, താൽക്കാലികമായ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തന്ന് ആണോ ദൈവം നമ്മെ പരിപാലിക്കുന്നത്? അല്ല. ഈ ലോക ജീവിതത്തിൽ നമ്മളെ തളച്ചിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായത് ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് നൽകും. പക്ഷേ നിരന്തരമായിട്ട് നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കല്ലുകളാണ് സത്യത്തിൽ. ഈ ഭൗതികമായ പല കാര്യങ്ങളും കല്ലുകളാണ്. അപ്പോൾ അത് പിതാവ് തരികയില്ലെന്നാണ് പറഞ്ഞു. മക്കൾ അപ്പം ചോദിച്ചാൽ കല്ലുകൾ കൊടുക്കുമോ? കല്ലുകൾ കൊടുക്കുകയില്ല. അപ്പോൾ ആ വചനത്തിൽ ഒത്തിരി അർത്ഥമുണ്ട്. കുഞ്ഞ് അപ്പം ചോദിക്കുമ്പം, അതായത് നമ്മൾ ദൈവപിതാവിനോട്, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായ നമ്മൾ ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവപിതാവ് നമുക്ക് കല്ലുകൾ തരില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പം കല്ലുകളായിരിക്കും. അത് താൽക്കാലിക ലാഭത്തിനും നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ നേട്ടത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. നിത്യജീവിതത്തിന് ഒരിക്കലും അത് മുതൽക്കൂട്ടാകല. നിത്യജീവിതത്തിലേക്ക് നമ്മെ നയിക്കാനാണ് ദൈവത്തിൻ്റെ ഈശോ കുരിശിൽ മരിച്ചത്. ഈ ലോകത്തിൽ സുഖിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പം കുഞ്ഞ് അപ്പം ചോദിക്കുമ്പോൾ, മക്കളായ നമ്മൾ അപ്പം ചോദിക്കുമ്പോൾ ദൈവം കല്ല് തരില്ല. അതാണ് ആ വാക്യത്തിൻ്റെ ഒരു വ്യാഖ്യാനം. കല്ല് തരികയല്ല, ശ്രേഷ്ഠമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് അവിടുന്ന് തരും. അപ്പോൾ ആ വചനത്തിലൂടെ തരാൻ, അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത്, മനുഷ്യൻ ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. മത്തായി സുവിശേഷം 4-ാം അധ്യായം. അപ്പം ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൊണ്ട് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സുവിശേഷം നന്നായിട്ട് ഗ്രഹിക്കണം. ദൈവത്തിൻ്റെ വചനം വായിച്ച് ഗ്രഹിക്കണം. വായിച്ചാൽ പോരാ, വായിച്ച് ഗ്രഹിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വർഗത്തിലെ ജീവിതത്തിന് ആവശ്യമായുള്ളതെല്ലാം എന്താണെന്ന് കർത്താവ് നമുക്ക് ബോധ്യമാക്കി തരും. നമ്മുടെ ജീവിതം അതിനനുസരിച്ച് ക്രമീകരിക്കപ്പെടും. ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകും, ചില തടസ്സങ്ങളുണ്ടാകും. ആ തടസ്സങ്ങളെല്ലാം എന്തിനാണ്? ദൈവത്തിലേക്ക് അടുക്കാനുള്ള വഴികളായിട്ട് നമ്മൾ തിരിച്ചറിയും. അല്ലാതെ വരുമ്പോൾ ഈ തടസ്സങ്ങളും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മളിങ്ങനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തെ പഴി പറയും, നമ്മുടെ ചുറ്റുമുള്ളവരെ പഴി പറയും, നമ്മളോട് തന്നെ നിരാശയും വെറുപ്പും തോന്നും. സത്യത്തിൽ ഈ തടസ്സങ്ങളും സഹനങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവത്തിലേക്ക് നോക്കാനുള്ള വഴി, അതായത് കല്ലുകൾ തരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോക ജീവിതത്തിൻ്റെ നശ്വരമായ സുഖത്തിന് വേണ്ടി, ഇവിടെ അവസാനിക്കുന്ന സുഖത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിലും ശ്രേഷ്ഠമായ കാര്യങ്ങൾ തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി ദൈവം നല്ല ദാനങ്ങൾ നൽകുകയില്ല. അത് മത്തായി സുവിശേഷം 7-ാം അധ്യായം ഇതിൻ്റെ 11-ാമത്തെ തിരുവചനമാണ്. ഹൗ മച്ച് മോർ വിൽ യുവർ ഫാദർ ഇൻ ഹെവൻ ഗിവ് ഗുഡ് തിങ്സ് ടു ദോസ് ഹു ആസ്ക് ഹിം.
അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ഇനി തൊട്ടടുത്തത്, നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തും, മുട്ടുമ്പോൾ തുറന്നു കിട്ടും വാതിൽ. അപ്പോൾ 7-ാമത്തെ വചനത്തിൻ്റെ തൊട്ടടുത്ത ആ വാക്യത്തിൻ്റെ ഭാഗങ്ങളത്. ചോദിക്കുവിൻ ലഭ്യം. ചോദിക്കുമ്പം കല്ല് തരികയല്ല, അപ്പം ചോദിക്കും കല്ല് തരിക. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനമാണ് നമ്മളിപ്പം പറഞ്ഞത്. കർത്താവ് തന്നൊരു ബോധ്യം. 2-ാമത്തെ ഭാഗം, സെർച്ച് ആൻഡ് യു വിൽ ഫൈൻഡ്, നോക്ക് ആൻഡ് ദ ഡോർ വിൽ ബി ഓപ്പൺഡ്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ അധ്യായത്തിന് തന്നെ തൊട്ട് താഴത്തെ വാചനഭാഗം, അതായത് 13-ാമത്തെ തിരുവചനം, 13ഉം 14, അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: നാരോ ഗേറ്റ്, ഇടുങ്ങിയ വാതിൽ. എൻ്റർ ത്രൂ ദ നാരോ ഗേറ്റ്, ഫോർ ദ ഗേറ്റ് ഈസ് വൈഡ് ആൻഡ് ദ റോഡ് ഈസ് ഈസി ദാറ്റ് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ. ഇടുങ്ങിയ വാതിലൂടെ കയറാൻ പരിശ്രമിക്കണം, എന്തെന്നാൽ നാശത്തിലേക്കുള്ള വഴി അത് എളുപ്പമുള്ളതും അതിൻ്റെ വാതിൽ വിശാലവും വീതി കൂടിയതുമാണ്. എളുപ്പത്തിൽ കയറാം. റോഡും എളുപ്പമാണ്, അവിടെ ചെല്ലുമ്പോഴുള്ള ഗേറ്റും എളുപ്പമാണ്. ആൻഡ് ദർ ആർ മെനി ഹൂ ടേക്ക് ഇറ്റ്. ഒരുപാട് പേര് ആ വഴി തിരഞ്ഞെടുക്കും, ആ ഗേറ്റിൽ കൂടെ കടന്നു പോകും. ഏത് വാതിൽ? നാശത്തിലേക്കുള്ള വാതിൽ. 7-ാം അധ്യായം തന്നെ 14-ാമത്തെ തൊട്ട് താഴത്തെ വചനം പറയുകയാണ്: ഗേറ്റ് ഈസ് നാരോ ആൻഡ് ദ റോഡ് ഈസ് ഹാർഡ് ദാറ്റ് ലീഡ്സ് ടു ലൈഫ്. ജീവനിലേക്ക് നയിക്കുന്ന ഗേറ്റ്, വാതിൽ ഇടുങ്ങിയതും അതിലേക്കുള്ള വഴി കടുപ്പമേറിയതുമാണ്. ആൻഡ് ദർ ആർ ഫ്യൂ ഹൂ ഫൈൻഡ് ഇറ്റ്. കുറച്ച് പേരെ അത് കണ്ടെത്തുന്നുള്ളൂ. അപ്പം തൊട്ട് മുകളിൽ മത്തായി സുവിശേഷം 7-ാമത്തെ വചനത്തിൽ കാണുകയാണ്: സെർച്ച് ആൻഡ് യു വിൽ ഫൈൻഡ്. അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും. ആൻഡ് ഡോർ വിൽ ബി ഓപ്പൺഡ്. ഇവിടെ പറയുകയാണ് ദർ ആർ ഫ്യൂ ഹൂ ഫൈൻഡ് ഇറ്റ്. കുറച്ച് പേരെ അത് കണ്ടെത്തുന്നുള്ളൂ. അപ്പോൾ എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം? നമ്മൾ സെർച്ച് ചെയ്യുമ്പം, നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ദൈവം എന്ത് വെളിപ്പെടുത്തി തരും? നമ്മൾ അന്വേഷിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. എല്ലാം വെളിപ്പെട്ട് കിട്ടുന്നത് ദൈവവചനത്തിലൂടെയാണ്. അതാണല്ലോ സങ്കീർത്തനം 119-100. വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. അപ്പം പ്രകാശം പരന്നു കഴിയുമ്പോൾ ആ വഴി കൂടെ നമുക്ക് പോകാം. അപ്പം വചനത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തി തരികയാണ്. ഈ നമ്മൾ അന്വേഷിക്കുന്നത് ഏതാണ്? ഈ ഇടുങ്ങിയ വഴി. ഇടുങ്ങിയ വഴി. അതുകൊണ്ടാണ് തൊട്ട് താഴത്തെ ഭാഗത്ത് ഈ ഭാഗം ഈശോ കൃത്യമായിട്ട് പറയുക: നിങ്ങൾ ഇടുങ്ങിയ വഴിയിൽ കൂടി ഇടുങ്ങിയ വാതിലിൽ കൂടി പ്രവേശിക്കണം. അപ്പോൾ അതിലേക്കുള്ള വഴി ഹാർഡാണെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട്, വളരെ ബുദ്ധിമുട്ടേറിയ വഴിയാണ്. അപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്ത് കണ്ടെത്തും? ഈ ഇടുങ്ങിയ വഴി കണ്ടെത്തും. ഇനി മുട്ടുമ്പോൾ തുറന്ന് കിട്ടുന്ന ഈ ഇടുങ്ങിയ നാരോ ഗേറ്റ്, അതായത് ഇടുങ്ങിയ വാതിൽ മുട്ടുമ്പോൾ നമുക്ക് തുറന്ന് കിട്ടും. അപ്പം ആ വാതിലും ആ വഴിയും എങ്ങോട്ട് നയിക്കുന്നതാണ്? ദാറ്റ് ലീഡ്സ് ടു ലൈഫ്, ജീവനിലേക്ക്, എന്ന് വെച്ചാൽ നിത്യജീവൻ, സ്വർഗത്തിലേക്ക്. ആ വാതിൽ തുറന്നു തരും, ആ വഴി കാണിച്ചു തരും. അപ്പം എന്തുമാത്രം അർത്ഥമാണ് കർത്താവ് മത്തായി സുവിശേഷം 7-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിന് നൽകുന്ന: ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ചോദിക്കുമ്പം എന്താണ് ലഭിക്കുന്നത്? ദൈവം നമുക്ക് കല്ലുകൾ തരില്ല, നശ്വരമായ കാര്യങ്ങൾ നമുക്ക് തരില്ല. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായത് ദൈവം തരും. പക്ഷേ ഈ ലോകത്തിൽ മോഹങ്ങളിൽ തളച്ചിടാൻ തക്ക വിധത്തിൽ നശ്വര കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചാൽ
ദൈവം അത് തരില്ല. നമുക്ക് അനീതിയിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെ ആ കാര്യം നേടാൻ പറ്റുമായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അത് കിട്ടുകയില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നന്മയാണ്, സ്വർഗജീവിതമാണ് മനുഷ്യൻ്റെ. അപ്പോൾ അതിൽ ദൈവം കല്ല് കൊടുക്കുകയില്ല. അപ്പം നമ്മൾ അപ്പൻ ചോദിക്കുന്നു, അപ്പൻ സ്വർഗീയ പിതാവ് കല്ല് കൊടുക്കുമോ? അപ്പം മനുഷ്യർ പോലും കല്ല് കൊടുക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗപിതാവ് എത്രയധികം നല്ല സാധനങ്ങൾ കൊടുക്കുകയില്ലെന്നാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പം കല്ലുകളാകുന്ന ഈ ലോകത്തിൻ്റെ മോഹങ്ങളും കാര്യങ്ങളും കർത്താവ് തരില്ല. കർത്താവ് ശ്രേഷ്ഠമായ കാര്യങ്ങളെ തരുള്ളൂ ചോദിക്കുമ്പോൾ. അപ്പോൾ ആസ്ക് ഇറ്റ് വിൽ ബി ഗിവൺ യു. സ്വർഗപിതാവ് അവിടുത്തെ പരിപാലനയിൽ നിന്ന് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് അപ്പോൾ തന്നുകൊണ്ടിരിക്കും. അത് വചനത്തിലൂടെ ആയിരിക്കാം, കൂദാശകളിലൂടെ ആയിരിക്കാം, നമ്മുടെ സഭയിലെ ശ്രേഷ്ഠരിലൂടെ, നമ്മുടെ സഹശുശ്രൂഷകരിലൂടെ, നമ്മുടെ കുടുംബത്തിലൂടെ, അങ്ങനെയൊക്കെ ആയിരിക്കാം. രണ്ടാമത്തേത്, നിങ്ങൾ സെർച്ച് ചെയ്യണം, അന്വേഷിക്കണം, കണ്ടെത്തും. എന്താണ് അന്വേഷിക്കുന്നത്? അതാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായം തന്നെ 13-14 വചനങ്ങളിൽ പറയുകയാണ്, ഈ വഴി നാശത്തിലേക്ക് നയിക്കുന്നത് വലിയ വഴിയാണ്, എളുപ്പമുള്ള വഴിയാണ്. അതിൻ്റെ ഗേറ്റും വൈഡാണ്, വളരെ വിശാലമാണ്. ഒത്തിരി പേര് അതിലേക്കൂടെ പോകുന്നുണ്ട് നാശത്തിലേക്ക്. അപ്പം മറ്റേത് നാരോ ആണ്, റോഡ് ഹാർഡുമാണ്, ഗേറ്റ് വളരെ ഇടുങ്ങിയതാണ്. അപ്പം നമ്മൾ അന്വേഷിക്കുന്ന ഏതാണ്? ഈ അന്വേഷിക്കുമ്പോൾ കർത്താവ് കാണിച്ചു തരുന്നത് എന്താണ്? നമ്മൾ അന്വേഷിക്കുമ്പോൾ കർത്താവ് കാണിച്ചു തരുന്നത് ഈ ഇടുങ്ങിയ വഴി. അതായത് ഇടുങ്ങിയ വഴി എന്ന് പറഞ്ഞാൽ കടുപ്പമേറിയ വഴി കർത്താവ് കാണിച്ചു തരും. അത് വഴിയിലൂടെ നടന്നു കഴിയുമ്പം ഗേറ്റും നാരോ ആണ്, ഇടുങ്ങിയ വാതിൽ. അതാണ് 3-ാമത്തെ ഭാഗം, നോക്ക് ഡോർ വിൽ ബി ഓപ്പൺഡ്. ഇപ്പോൾ ഇടുങ്ങിയ വഴി കൂടെ പോയാൽ ഇടുങ്ങിയ ഗേറ്റിലെത്താം, വാതിലെത്താം. അവിടെ മുട്ടുമ്പോൾ തുറക്കും. അവിടെ മുട്ടുമ്പം ആ ഗേറ്റ് എവിടെയാണ് ഉള്ളത്? ഈ ഇടുങ്ങിയ വഴിയുടെ അവസാനത്തിലാണ് ഈ ഗേറ്റ്. വിശാലമായ വഴിയുടെ അവസാനം വലിയ ഗേറ്റാണെന്നാണ് 13-ാമത്തെ വചനത്തിൽ പറഞ്ഞേക്കുന്നത്. ഗേറ്റ് ഈസ് വൈഡ്. അപ്പം ഇടുങ്ങിയ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നവന് മാത്രമേ ഈ ഇടുങ്ങിയ ഗേറ്റിൽ മുട്ടാൻ പറ്റുള്ളൂ. ഇടുങ്ങിയ വഴി കൂടെ സഞ്ചരിച്ചാൽ ഇടുങ്ങിയ ഗേറ്റിലെത്തും. മുട്ടിക്കഴിയുമ്പോൾ തുറന്നു കിട്ടും. നമുക്ക് കിട്ടുന്നത് ഇറ്റേണൽ ലൈഫ്, സ്വർഗത്തിൽ യേശു ക്രിസ്തുവിനോടൊന്നിച്ചുള്ള മഹത്വമേറിയ ജീവിതം, എന്നും നിത്യതയിൽ. എന്നുവെച്ചാൽ അവസാനിക്കാത്ത ജീവിതം. അവിടെ നിത്യസൂര്യനായിട്ട് ഈശോ ഉണ്ടെന്നാണ് പറയുന്നത്. വെളിപാടിൽ നമ്മൾ കാണുന്നുണ്ട്, വെളിപാട് പുസ്തകത്തിൻ്റെ അവസാനം. അപ്പം ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടണമെങ്കിൽ ഈ മത്തായി സുവിശേഷം 7:7 വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. അപ്പം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചോദിക്കുന്ന പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. പലപ്പോഴും പലതും എതിരായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അല്ലെ തടസ്സമുണ്ടാകും, വേദനകളുണ്ടാകും. എന്തിനാണ്? അങ്ങനെ വരുമ്പം നമ്മൾ എന്തു ചെയ്യും? ദൈവത്തിലേക്ക് അടുക്കും. അപ്പോൾ നമ്മൾ ഇടുങ്ങിയ വഴി അന്വേഷിക്കാൻ തുടങ്ങും. അന്നേരം അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യും, അന്വേഷിക്കുമ്പം ആ ഇടുങ്ങിയ വഴി കണ്ടെത്തും. ഇടുങ്ങിയ വഴി കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ നടക്കാനുള്ള കൃപ കർത്താവ് തരുന്നത് പരിശുദ്ധാത്മാവിലൂടെ. സഹനത്തിൻ്റെ പാതയാണത്. ആ പാതേൻ്റെ അവസാനം എന്തുണ്ട്? ഇടുങ്ങിയ ഗേറ്റ്, വാതിലുണ്ട്. അവിടെ നമ്മൾ നോക്ക് ചെയ്യും, മുട്ടും. അങ്ങനെ മുട്ടുമ്പം ആ വാതിൽ ദൈവം തുറന്നു തരും. ആ വാതിലിൽ കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? സ്വർഗമാണ്. അത് നമുക്ക് കിട്ടുന്നത് മരണത്തിലാണ്. അപ്പോൾ ഈ ഇടുങ്ങിയ വഴിയിലൂടെയുള്ള സഞ്ചാരം നമ്മുടെ ജീവിതകാലം മുഴുവൻ ആ വഴിയിൽ കൂടി നമ്മൾ സഞ്ചരിക്കുകയാണ്. അതിനിടയ്ക്ക് കർത്താവ് നമ്മുടെ ജീവിതത്തെ പരിപാലിക്കാൻ ആവശ്യമായതൊക്കെ ഇസ്രായേൽക്കാർക്ക് മന്ന കൊടുത്തതുപോലെ നമുക്ക് ദൈവം തരും. ദൈവത്തുള്ള പരിപൂർണമായ ആശ്രയത്വമാണ്. അതായത് ചോദിക്കുന്നത് അവന് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവൻ അന്വേഷിക്കുമ്പോൾ സ്വർഗരാജ്യത്തിലേക്കുള്ള ബുദ്ധിമുട്ടേറിയ വഴിയും മുട്ടുമ്പോൾ ജീവനിലേക്കുള്ള ഇടുങ്ങിയ വാതിലും സ്വർഗീയ പിതാവ് തുറന്ന് നൽകുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനേകം പേര് പോകുന്ന ആ വലിയ വഴി, വിശാലമായ വഴി, വിശാലമായ ഗേറ്റ്, വാതിൽ, ഒത്തിരി പേര് അതിലേക്ക് പോകുന്ന ഈശോ പറയുന്നുണ്ട്. അതിലേക്ക് പോകാനുള്ള പ്രേരണ നമുക്കുണ്ടാകും, അത് സ്വാഭാവികമാണ്.
നമ്മളതിൽ പലപ്പോഴും പോകും, അതിനുള്ള പ്രേരണയുണ്ട്. പക്ഷേ മാറി നടക്കണം. നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും കിട്ടാതെ വരുമ്പോഴും അന്നേരം മനസ്സിലാക്കണം, കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, അവിടുന്ന് പരിശുദ്ധാത്മാവിൽ നിറച്ച് എന്നെ ഇടുങ്ങിയ വഴിയിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഈശോ ജോർദാനിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ ഉടനെ ആത്മാവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നാണ് സുവിശേഷത്തിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ടേറിയ വഴിയിലൂടെ നയിക്കും. എന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ നരകിച്ച് ഉള്ള ജീവിതം എന്ന് അർത്ഥമാക്കുന്നില്ല. എന്നാൽ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് വിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നയിക്കും ആ വഴി. അല്ലെങ്കിൽ നമുക്ക് സ്വർഗം കിട്ടുകയില്ല. മറ്റെന്ത് രീതിയിലത് സുവിശേഷം പറഞ്ഞാലും അതൊന്നും സ്വർഗത്തിലേക്കുള്ള വഴിയല്ല. സ്വർഗത്തിലേക്കുള്ള വഴി ഈശോ പറഞ്ഞത് നിങ്ങൾക്കുള്ള സർവ്വതും ഉപേക്ഷിച്ച് എൻ്റെ പിന്നാലെ വരണം. അപ്പോൾ ആ വഴി കാണണമെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി നമ്മളെ ഈ ഇടുങ്ങിയ വഴിയിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ അവസാനം ഇടുങ്ങിയ ഗേറ്റ്, വാതിൽ, അവിടെ മുട്ടുമ്പോൾ നമുക്ക് കർത്താവ് തുറന്നു തരും. അപ്പോൾ നമുക്ക് കർത്താവ് നൽകിയ ഈ വചനത്തെ ഓർത്ത്, അതിൻ്റെ വിശദീകരണത്തെ ഓർത്തും ദൈവത്തിന് നന്ദി പറയാം. ഈശോയെ ഞങ്ങളെ പഠിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാനും ആ വഴി കണ്ടെത്തി അവസാനം ഇടുങ്ങിയ വാതിലിൽ കൂടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനും അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്നതെന്നുള്ള ഉറച്ച ബോധ്യം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ നവീകരിക്കണമേ. ആമേൻ.